ഇന്ന് രാവിലെ നമ്മുടെ എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് എനിക്ക് വാട്സപ്പിൽ വളരെ ദീർഘമായ ഒരു സന്ദേശം അയച്ചു തന്നു. അതിൽ ചിലതൊക്കെ തന്നെ സർക്കാരിൻ്റെ തീരുമാനങ്ങളും അതുപോലെ സർക്കാർ പബ്ലിഷ് ചെയ്തും നേരത്തെ പത്രങ്ങളിൽ വന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളുണ്ട്. ആ നിരീക്ഷണങ്ങൾ നമ്മളെ കീറി മുറിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കുട്ടികളുടെ ഭാവിയിലുള്ള ആശങ്കയാണ് അദ്ദേഹം ഇങ്ങനൊരു സാധനം എനിക്ക് അയച്ചു തരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ ഒരല്പം സമയമെടുത്താണെങ്കിൽ പോലും നിങ്ങളോട് പറയുകയാണ്, ലഹരി വ്യാപനത്തിൻ്റെ പുതിയ പുതിയ കാണാപ്പുറങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. വളരെ അപകടങ്ങൾ, ചതിക്കുഴികൾ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാവി ഓർത്ത് നമ്മൾ അമ്പരപ്പെടുന്നു, നമ്മൾ സങ്കടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തെ തന്നെ ലഹരിയുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുന്നു. ഞെട്ടിക്കുന്ന കണക്കുകൾ നമ്മോട് വിളിച്ചു പറയുന്നത് അതുതന്നെയാണ്. കേരളത്തിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരിൽ 70% പേരും 15 വയസ്സ് എത്തും മുന്നേ തന്നെ അത് ശീലമാക്കിയവരാണെന്നാണ് ഏറ്റവും ഭയാനകമായ കണക്ക്. 19 വയസ്സിന് മുമ്പ് ലഹരിയുടെ വലയിൽ കുരുങ്ങിയത് 20% ആളുകളാണ്. ഈ കണക്കുകൾ തന്നെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കണക്ക് മറ്റൊന്നാണ്. 10 വയസ്സിന് മുമ്പ് തന്നെ ലഹരി പരീക്ഷിക്കുന്ന ആളുകൾ 9% വരും. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുട്ടികൾ. നിങ്ങൾക്കറിയാം, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി MDMA കഴിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത ഈ SKN40 പര്യടന വേളയിൽ നമ്മൾ പറഞ്ഞിരുന്നു. 5ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളിൽ ആണ് ഇത് ഈ 9% എന്ന് നമ്മൾ തിരിച്ചറിയുക. പ്രായപൂർത്തി എത്തും മുന്നേ ലഹരി കുരുക്ക് ഈ കുട്ടികളുടെ മേളിൽ മുറുകുന്നു എന്നുള്ളതാണ്. ഇത് കഥയല്ല, ഈ കഥയല്ല എന്ന് ഇത് പറഞ്ഞത് ഋഷിരാജ് സിംഗ് ആണ്. സമകാലിക കേരളത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് ഋഷിരാജ് സിംഗ് വരച്ചിടുന്നത്. സംസ്ഥാനത്തെ 104 സ്കൂളുകളെ ലഹരിയുടെ ഹോട്ട്സ്പോട്ടുകളായി നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ഔദ്യോഗികമായി കണ്ടെത്തിയിട്ടുണ്ട്. നിരന്തരം നിരീക്ഷണത്തിലാണ് ഈ സ്കൂളുകളുടെ പരിസരങ്ങൾ. മറ്റൊരു കണക്കൂടി പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, നിങ്ങൾ ഞെട്ടാൻ പോകണ്ട. 1140 സ്കൂളുകളുടെ പരിസരങ്ങളിൽ ലഹരി വിൽപ്പന നടക്കുന്നു. അത് ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ലഹരി വിൽപ്പന മേഖലകളായി എക്സൈസ് മാർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനിയുണ്ട് ഞെട്ടിക്കുന്ന കണക്ക്. 2880 കുട്ടികളെയാണ് 2024 ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. അതായത് 2880 കുട്ടികൾ ചികിത്സയ്ക്കായി ഡി അഡിക്ഷൻ സെൻ്ററിൽ പോയി. ഈ വർഷം ആദ്യത്തെ 2 മാസങ്ങളിൽ മാത്രം 588 ആളുകൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ ചെന്നു. 2024 കണക്ക് പ്രകാരം കേരളത്തിൽ 24,517 പേർ NDPS കേസുകളിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതായത് നാർക്കോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ 24,000-ലധികമാണെന്ന് കണക്കുകൾ വന്നു. ഇത് 2025 വർഷം പിറന്നപ്പോൾ ഒരൊറ്റ മാസം കൊണ്ട്, അതായത് ജനുവരിയിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് 1984 കേസുകൾ. അത്ഭുതപ്പെട്ടു പോകും. 2022 താരതമ്യം ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ 330% വർധനയുണ്ടായിരിക്കുന്നു. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളുടെ എണ്ണത്തിലാണ് ഈ കാര്യം നമ്മൾ പറഞ്ഞത്. ഈ ജനുവരി മാസം പിടികൂടിയ രാസലഹരി അതിൻ്റെ കണക്കൂടി കേട്ടുള്ളൂ. 125 കിലോ MDMA, 59 കിലോ കഞ്ചാവ്, മാരകമായ കോഡൈൻ സിറപ്പ് അത് 80 ലിറ്റർ, LSD സ്റ്റാമ്പ്, ഹെറോയിൻ, രാസഗുളികൾ ഇത് വേറെ. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞെട്ടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ലഹരി ഉപയോഗത്തിൽ ദുഷ്പേരുള്ള പഞ്ചാബിൽ 9,000-നും 10,000-നും ഇടയിൽ മാത്രമാണ് 2024 NDPS കേസുകൾ. പക്ഷേ കേരളത്തിൽ ഇത് 24,000-നും 28,000-നും ഇടയിലായിരിക്കുന്നു. അതായത് 3 ഇരട്ടിയായിരിക്കുന്നു കേരളത്തിൽ. വിതരണത്തിനും ആധുനിക മാർഗങ്ങളാണ് ഈ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഫുഡ് ഡെലിവറി മാതൃകയിലാണ് ഇപ്പോൾ ലഹരി വ്യാപനം ഇത്തരം മയക്കുമരുന്നുകൾ കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. ടെലിഗ്രാം പോലുള്ള നെറ്റ്വർക്ക് ആപ്പുകളിലൂടെ കോഡ് ഭാഷയിൽ വ്യാപാരം നടക്കുന്നതാണ് ഏറ്റവും പുതിയ രീതി. 100 കണക്കിന് ഡാർക്ക് വെബ്സൈറ്റുകളുടെ വ്യാപാരം കൊഴുപ്പിക്കുന്ന ആളുകളും ഇപ്പോൾ കേരളത്തിലുണ്ടെന്ന് ഋഷിരാജ് സിംഗ് പറയുന്നു. അദ്ദേഹം എക്സൈസ് കമ്മീഷണറായിരുന്നു എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കണം. എക്സൈസിൻ്റെ മേധാവിയായിരുന്നു. ഈ വലിയ കണക്കുകളിൽ ഒരു മറുവശമുണ്ടെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ ഫലപ്രദമായി കേസുകൾ കണ്ടെത്തുന്നതുകൊണ്ടും റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടുമാണ് കണക്കുകൾ ഇത്രയും വലുതാകുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഇവിടെ സ്ഥിതി ഒട്ടും സുഖകരമായ കാര്യമല്ല. എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ മാത്രമല്ല, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നത്, ഇതിൽ അഡിക്റ്റായി പോയ കുട്ടികളെ വിളിച്ച് ഉപദേശിക്കുകയല്ല നാം ചെയ്യേണ്ടത്. നമ്മൾ എത്രയും പെട്ടെന്ന് ഈ കേരളത്തിൽ ഈ സാഹചര്യം രക്ഷാകർത്താക്കളോട് സംസാരിക്കണം. മാതാപിതാക്കളോട് തന്നെ സംസാരിക്കണം. മാതാപിതാക്കളാണ് തിരിച്ചറിയേണ്ടത്. കാരണം തങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് മാളോരറിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്ന, അഭിമാനത്തിൻ്റെ ബലൂൺ പൊട്ടിപ്പോകും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഋഷിരാജ് സിംഗ് നൽകുന്ന ഉപദേശം ഇവർ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ ഈ കുട്ടികളെ ഈ
ഈ വ്യാപാര സംഘങ്ങളുടെ വലയിൽ നിന്ന് എടുക്കാൻ കഴിയും. വലിയൊരു അപകടമാണ് കേരളത്തെ ഗ്രസിച്ചിരിക്കുന്നത്. ദ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ട്രക്ക് ക്യാപിറ്റൽ ഇൻ ഇന്ത്യ എന്ന് വിളിക്കണമെന്ന് വരെ ഋഷിരാജ് സിംഗ് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളിൽ നിങ്ങൾക്ക് കാമ്പും കഴമ്പുമില്ല എന്ന് കണ്ടെത്താം. പക്ഷേ യാഥാർത്ഥ്യം കൺമുന്നിലുണ്ട്.